ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെയുള്ള ഒരു സ്വിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ദിവസം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നത്. അങ്ങനെ വളരെ എലാബറേറ്റ് ആയിട്ടൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. വിഷു റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഇലക്ഷൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ ഞാൻ തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാണ്. കുറച്ചധികം ഇന്ന് തന്നെ ചെയ്യാനുള്ളതല്ല, ഈ ഒരാഴ്ചയായിട്ട് തീർക്കാനുള്ളത് കുറച്ചുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ടൊരു സ്ലിറ്റർ ടോപ്പാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് മുന്നത്തെ ദിവസങ്ങളിൽ ഞാൻ 1-2 ഇതൊക്കെ തുന്നി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മാക്സിമം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റണത് ചെയ്ത് പോവാന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എത്ര സ്പീഡായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ കുട്ടിയും ഞാനും മാത്രമാണ് നമ്മളുള്ളപ്പോൾ വീട്ടിലുണ്ടാവുക. അപ്പോൾ ഇവിടെ വേറെ ആരും കളിക്കാനില്ലാത്തത് കൊണ്ടും അവൾക്ക് വെക്കേഷൻ ആയതുകൊണ്ടും എനിക്കങ്ങനെ ത്രൂ ഔട്ട് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ കുട്ടീനെയും കൂടെ എൻ്റർടൈൻ ചെയ്ത് ചില സമയത്ത് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അവിടെ പോയിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് എന്താ പറയുക കാര്യങ്ങളൊക്കെ നീക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആയിട്ടാണ് നമ്മൾ ഔട്ട് ചെയ്യാൻ പോകേണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ക്യാമറ മുറ്റത്ത് ഒരു സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ആംഗിളിലേക്ക് എടുത്തിട്ടുള്ളത്. കുറച്ച് സ്ലോ ആയതുകൊണ്ട് അധികം ടൈം വേണ്ടാന്ന് ഓർത്തിട്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്ര സ്പീഡിലല്ല. നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് സ്പീഡൊന്ന് ഡൗൺ ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഞാൻ ചുമ്മാ ബോറിങ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കുറച്ച് സ്പീഡായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും വിഷുവും കാര്യങ്ങളൊക്കെ എവിടം വരെ എന്തൊക്കെയായി. ഇതിപ്പോൾ തലേ ദിവസമാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പോലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പടക്കം പൊട്ടുന്ന ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇത് രാവിലെ തുടങ്ങി ഇത് വോയിസ് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നടന്നില്ല. നമസ്വി ഉള്ളതുകൊണ്ട് ഞാൻ എത്രയൊക്കെ അവളുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞല്ലോ അവൾ മിണ്ടാതിരിക്കും. പക്ഷേ എനിക്ക് ആ ഒരു ഫ്ലോ അങ്ങ് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. വോയിസ് കൊടുക്കാനായിട്ട് ഒരാൾ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വോയിസ് ഓവർ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. എനിക്ക് വലിയ പ്രശ്നം വരാറില്ല. ചെറിയ വീഡിയോ ഒക്കെ ഞാൻ അവളെ ഇരുത്തിയിട്ട് തന്നെ വോയിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ആയതുകൊണ്ടും കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളതുകൊണ്ടും വോയിസ് ഓവർ ഇത്രയും വൈകിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നാളെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ, ആ ഒരു ക്ലിപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. അങ്ങനെ നീണ്ടുപോയതാണ്. നമ്മളിപ്പോൾ ത്രൂ ഔട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്ത് പോകുന്നുണ്ട് ഈ ഒരാഴ്ച. പക്ഷേ അതിൻ്റെ ക്ലിപ്സൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഓൾട്രേഷനോ അല്ലെങ്കിൽ ഓൾട്രേഷനിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ടോട്ടൽ മൂഡങ്ങ് പോകും. അപ്പോൾ പിന്നെ ചിലപ്പോൾ അന്നത്തെ തുന്നൽ അവിടെ നിർത്തി വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം ആവും ചെയ്യുന്നുണ്ടാവുക. എനിവേ എനിക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, സ്റ്റിച്ചിങ് ഓർഡേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ തീർത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നല്ല ഉറപ്പ് ആയ ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ വർക്ക് എടുത്തിട്ടില്ല. അപ്പോൾ 3-4 പേരെടുത്ത് ഇല്ല സമയമില്ല തന്നോളൂ വിഷുവിന് കിട്ടില്ല എന്ന് പറഞ്ഞ് അത് മടക്കി വിട്ടിരുന്നു കേട്ടോ. അത് അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കരുത്, പറ്റാത്തതുകൊണ്ടാണ് അത്. അതായത് നമുക്കിപ്പോൾ രാത്രിയും പകലും അങ്ങനെ ഇരുന്ന് തുന്നാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരവസ്ഥ അനുസരിച്ചിട്ട് എനിക്കങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ടും പറ്റില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു 100-1000 പ്രാവശ്യം വന്നിട്ട് ഇതാ വെള്ളം എടുത്ത് തരൂ, ഭക്ഷണം എടുത്ത് തരൂ, ഫാൻ ഓഫ് ചെയ്യൂ, ലൈറ്റ് ഓഫ് ചെയ്യൂ, ടി വി വെക്കൂ, അങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം നൂല് പൊട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10 പ്രാവശ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് എന്തെങ്കിലും ഇവരെ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്നിട്ട് വീണ്ടും തുന്നാനിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് അധികം എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഓട്ട് ചെയ്യാൻ പോയി വന്ന് ഓട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ. അതാണ് ആ കൈ ഇങ്ങനെ കാണിച്ചത്. ഇനി പിന്നെ വീണ്ടും പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ അത്ര ക്ലോസ് ഷോട്ട് ആവണ്ടാവില്ല. പിന്നെ ഈ ഒരു വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊന്നും കിട്ടാണ്ടാവില്ല. പക്ഷേ ഇതൊരു ഒരു സാധനം മാത്രമാണ്. ഒരു പാറ്റേണോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്കുള്ളൊരു സ്ലിറ്റർ ടോപ്പാണ് കേട്ടോ. അമ്മ അങ്ങനെ ചുരിദാറൊന്നും ഇടൽ പതിവൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊന്ന് ഇട്ട് നോക്കൂ. വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോകുമ്പോൾ കുറേയും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചുരിദാർ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം അങ്ങനെ ഇടാറുണ്ട് എന്നല്ലാതെ ഒരു റെഗുലർ ബേസിൽ ഇടാറില്ല. അപ്പം എന്തായാലും ഞാൻ ഒരെണ്ണം
തയ്ക്കാം ഒന്ന് ഇടൂ എന്ന് പറഞ്ഞിട്ട് തുന്നണതാണ്. അത് എത്ര കണ്ടും ഇടൂല്ലേ എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെ പിന്നെ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്കുള്ള ഒരു ഗുഡ് ഫീൽ, അതായത് എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഗുഡ് ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ പോലും ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കണ്ടൻറ്റ് ഫീലാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ റൂമിൻ്റെ ഈ ഒരു സ്വിങ് റൂമിൻ്റെ ഒരു ടൂർ വീഡിയോ എന്ന് പറയാൻ മാത്രം ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം അതിന് മാത്രം ഇതിനകത്ത് കാണിക്കാനായിട്ട് ഒന്നുമില്ല. എനിവേ, ഇതൊന്ന് ചുറ്റി കാണിക്കുന്ന വീഡിയോ, ആ വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. കാരണം അത്ര സ്പേസ് ഇല്ല ഇതിനകത്ത് ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും. നമ്മൾ കുറച്ച് സംഗതികൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ പുറകിലിരിക്കുന്ന മാനിക്യൂൻ, ഇപ്പോഴത്തെ സൈഡിലൊരു ലോക്കിംഗ് മെഷീൻ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഗതികൾ ഇതിനകത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു ട്രയൽ സ്പേസ് ഉണ്ട്, അത് ചെയ്തതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് എനിക്കിനി മറ്റേ ക്ലോത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു ഡിസ്പ്ലേ റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുള്ള സംഗതികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് ഡ്രിൽ ചെയ്താൽ മതി. അതിനുള്ള സമയവും സാഹചര്യം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദിവസം കഴിഞ്ഞു, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ ഞാൻ രാത്രി തന്നെ ഈ ഒരു കോട്ട് സെറ്റൊക്കെ തുന്നി വെച്ചിരുന്നു കേട്ടോ. അനീതിക്കുള്ളതാണ്, അത് നൈറ്റി ബിറ്റ് എന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ടോപ്പിന് ഒട്ടും ഇറക്കം കിട്ടില്ല. അവൾക്ക് അംബർല പലാസോ പോലെ വേണം, നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തുന്നി നെക്സ്റ്റ് ഡേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. ഇത് 10-ാം തീയതിയാണ്. അപ്പോൾ ഞാനിത് അയൺ ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടാണ് ഈ അയൺ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഉണ്ടാവില്ല ഒരു ASMR ഫീൽ, നമുക്ക് ചുളിവുകൾ നിവരുക, അഴുക്കുകൾ മാറുക, പാത്രം ക്ലീൻ ചെയ്യും. ബേസിക്കലി ക്ലീൻ ആക്കുക, നീറ്റാക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് അയൺ ചെയ്യാൻ. എൻ്റെ മറ്റേ ഗ്രാവിറ്റി സ്റ്റീം അയൺ വെച്ചിട്ടാണ് ഞാൻ അയൺ ചെയ്യുന്നത്. അതുകൊണ്ട് അയൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തിയാണ്. കാരണം നമ്മളിങ്ങനെ തേക്കുമ്പോഴത്തേക്കും ആ ചുളികൊക്കെ നീരുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. മറ്റേത് പഴയ അയൺ ബോക്സ് വെച്ചിട്ടാണെങ്കിൽ എത്ര തേച്ചാലും അത് സെറ്റാവില്ല എന്നുള്ള പോലെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് ഉണ്ട്, വിഷുവിൻ്റെ തലേദിവസമാണ്. അത് ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ഒരു നിവൃത്തിയില്ല. എനിക്ക് വോയിസ് കൊടുക്കാൻ നോക്കിയിരുന്ന് ഈ നേരമായി. ഇനിയിപ്പോൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിഷുവും കാര്യങ്ങളൊക്കെ എവിടെ വരെയൊക്കെ എന്തായി. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വിഷുവിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കാണണ്ടാവും. വിഷുവൊക്കെ എല്ലാവരുടെയും നന്നായി അല്ലെങ്കിൽ നന്നായി ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് അയൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സംഗതി കാണിച്ചേരെ. ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാരിയാണ്. ഞാനല്ല, എനിക്കൊരു കുട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല സാരിയാണ്, നല്ല ക്വാളിറ്റി വൈസ് ഒരു 430-500 ബിലോ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഉള്ളത്. അപ്പോൾ നല്ല രസമായിട്ടുള്ള സാരിയാണ്. അത് ഞാൻ നേരത്തെ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ കൊടുക്കും. ഇനി അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇത് നല്ല രസമുള്ള കളറും നല്ല രസമുള്ളതാണ്. അതിൻ്റെ തുണിയും തെറ്റൊന്നും പറയാനില്ല, ആ ഒരു വിലയ്ക്ക് നല്ല തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ പുറത്തേക്ക് തുന്നി കൊടുക്കാനുള്ളതാണെങ്കിലും നമുക്ക് തുന്നാനുള്ളതാണെങ്കിലും തുന്നുന്നതിന് മുന്നേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡ്രാഫ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചിലപ്പോൾ മനക്കണക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പക്ഷേ പെനി പേപ്പർ എടുത്ത് എഴുതി അത് വരച്ച് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാൻ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ 4 പ്രാവശ്യം എൻ്റെ മോള് വന്ന് വിളിച്ച് ഓരോരോ കാര്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും മെഷർമെൻറ്റ്, അതായത് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന മഞ്ഞയും പച്ചയും സാരി അത് ഇതുവരെ തൊട്ടിട്ടില്ല കേട്ടോ. അത് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ അത് ആക്ച്വലി വിഷുവിനുള്ളതല്ല, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ മെഷർമെൻറ്റ് എഴുതി വെച്ചിട്ടുള്ളത് റാൻഡമായിട്ട് അവിടെ ഇവിടെ എന്തോ ആണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ഒതുക്കി എഴുതി വെക്കുകയാണ്. കൃത്യമായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും ഇല്ലേ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമസ്വി ഒരു ബ്രെഡ് ജാമൊക്കെ തേച്ച് സെറ്റാക്കി കഴിക്കണം എന്ന് പറഞ്ഞ് എടുത്തിട്ട് അത് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു 3 പ്ലീറ്റഡ് സ്കേർട്ടും പ്രിൻസസ് ടോപ്പുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് 3 പേരുടെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രാഫ്റ്റും കാൽക്കുലേഷനൊക്കെ നോക്കുന്നുണ്ട്. പ്ലീറ്റ് എത്ര വേണം, പ്ലീറ്റ് ഇൻടേക്ക് എത്ര വേണം, അങ്ങനെ ബ്ലൗസിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ
ഒരു ബ്ലൗസൊക്കെ ചെയ്യാനിരിക്കുന്നതിന് മുന്നേ ഞാനൊരു 100 വീഡിയോ പോയിട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും ആ ഷോൾഡർ റിഡക്ഷൻ ഇല്ലേ, ഷോൾഡർ മൈനസ് ചെയ്യണത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചില സമയത്തൊക്കെ അത് തെറ്റിയും പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ അത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമസി അവിടെ കളിക്കുന്നുണ്ട്, പാരലായിട്ട് അവളെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇനി ഈ സാരി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഹൈറ്റൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് കരഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സാരിയിൽ ബ്ലൗസിൻ്റെ പീസും കൂടെ റണ്ണിങ്ങിൽ വരുന്നത് കൊണ്ട് നല്ല ഉപകാരമായിരുന്നു കേട്ടോ. അതായത് ആ 5.5 മീറ്റർ സാരി പിന്നെ 1 മീറ്റർ ബ്ലൗസിൻ്റെ തുണിയുണ്ടല്ലോ, അതുകൊണ്ട് നല്ല പ്ലീറ്റ്സൊക്കെ കിട്ടി. എനിക്ക് സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് ലൈനിങ് വേണ്ടാന്ന് പറഞ്ഞു കുട്ടി. ഞാൻ കുറേ പറഞ്ഞിരുന്നു അയാളുടെ അടുത്ത്, ലൈനിങ് വെച്ചാലാണ് മോനെ നല്ലത്, ലൈനിങ് വെച്ചുകൂടെയെന്ന്. അപ്പോൾ അയാൾക്കത് കംഫർട്ടബിൾ അല്ല. മറ്റേ എന്താണ്, അണ്ടർ സ്കേർട്ട് ഇട്ടോളാം ചേച്ചി, എനിക്ക് ലൈനിങ് വേണ്ട പറഞ്ഞു. പിന്നെ ഇതിൽ പറ്റിയിട്ടുള്ളൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അബദ്ധം എന്നല്ല, നമ്മൾ ചെയ്തു വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനായിട്ട് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സാരി ആയതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസിന് ലൈനിങ് വെക്കുമ്പോൾ നോർമൽ ലൈനിങ് എടുക്കാതെ 2x2 കൂടെ തുണി തന്നെ, ബ്ലൗസ് മെറ്റീരിയൽ തന്നെ ലൈനിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഷോളൊന്നും ഇല്ലാതെ വിയർ ചെയ്യുന്നൊരു ക്രോപ്പ് ടോപ്പും ആ ഒരു പാറ്റേണിലുള്ള സംഗതി ഉണ്ടല്ലോ, അതുപോലെയാണ് അത് തുന്നിയത്. പക്ഷേ അതിൻ്റെ ലൈനിങ്, ഈ സാരി വളരെ സീ ത്രൂ ലൈനിങ്, ഒരു നോർമൽ ഒരു 40-50 റുപ്പീസിൻ്റെ ലൈനിങ് ആണ് അതിന് വെച്ചിട്ടുള്ളത്. കുട്ടി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു, വിസിബിളായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ അത് ധാവണിയായിട്ട് ചുറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും എന്ന് പറയണ്ടേ. അപ്പോൾ ഞാൻ അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇത്രയും സീ ത്രൂ ആയിട്ടുള്ള ഇതിൽ നിങ്ങളങ്ങനെ ഈ ഒരു പാറ്റേണിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലൈനിങ് നല്ല 2x2 തുണി തന്നെ ലൈനിങ് വെക്കാവും നന്നാവുണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഡമ്മിയിൽ വെച്ച് നോക്കിയതാണ്. പിന്നെ ടാസൽ അവർ പറഞ്ഞിരുന്നു ഇല്ലേ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടാസൽ അടിച്ച് സെപ്പറേറ്റ് വെച്ചു, പറയുകയാണെങ്കിൽ വെച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തൊരു വർക്കായിരുന്നു. പക്ഷേ ഫിറ്റിങ്ങിൽ ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇതാക്കി വെച്ചതാണ് കേട്ടോ. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ഒരു മെറ്റീരിയലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു നൈറ്റി തുന്നാനുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ വോയിസ് ചെയ്യുമ്പോഴും ഞാനത് തുന്നിയിട്ടില്ല കേട്ടോ. അതവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്, ഒരു മോവ് ഷെയ്ഡാണ്, ഒരു ഇലകളൊക്കെ ആയിട്ടുള്ളത്. ഇത് അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മമ്മയ്ക്കോ തുന്നണത് വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കോ ആർക്കായാലും കുഴപ്പമില്ല, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇത് എൻ്റെ അനിയത്തിയുടെ പാവാടയാണ് കേട്ടോ. എൻ്റെ പാപ്പൻ്റെ കുട്ടിയുടെ പാവാട തുന്നി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ബ്ലൗസ് തുന്നാണ്ട്. ഇതിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ്, നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസായിട്ട് തന്നെ തുന്നണ്ടേ, ഇതുപോലത്തെ പ്രിൻസസ് ബ്ലൗസ് ആയിട്ടല്ല കേട്ടോ. അപ്പോൾ അത് തുന്നാനുണ്ട്. അപ്പോൾ അതിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പ്ലീറ്റഡ് സ്കേർട്ട്, മറ്റേ വിഷു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാരിയിൽ ഒരു ചെറിയ 1 വയസ്സായിട്ടുള്ള കുട്ടിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റാണിത്. ആ സാരിയിൽ നിന്ന് തന്നെ ചെയ്യുന്നത്. ഇതെൻ്റെ അനിയത്തിയുടെ കുട്ടിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും അമ്മയ്ക്ക്, അനിയത്തിക്ക്, അമ്മമ്മയ്ക്ക്, മേമയ്ക്ക്, പുറത്തേക്ക് ആർക്കും തുന്നണം കേട്ടോ. പക്ഷേ ഇതൊക്കെ എൻ്റെ പ്രയോറിറ്റിയിൽ പെടുന്ന, അതായത് ഇതൊക്കെ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ പുറത്തുനിന്ന് എടുക്കൽ. ഒരു ലിമിറ്റ് ആയപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരുപാട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ ആവശ്യത്തിന് കൂടുതൽ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ടാസിൽ തുന്നി വെച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ കുട്ടീനെ വിളിച്ച് ചോദിച്ചിരുന്നു, മോനെ ഇങ്ങനെ ടാസിൽ നീ പറഞ്ഞിട്ടുണ്ടായത് എനിക്ക് ഓർമ്മയില്ല എന്ന്. റെഫറൻസ് തന്ന ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അതിനകത്ത് ടാസൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണക്കാക്കി തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എനിക്ക് ടാസൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾ വരുന്നതിന് മുമ്പേ ഈ ടാസൽസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇതിൻ്റെ സിബാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫിറ്റിങ് ചെറിയ ഒരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ലൂസായിരുന്നു, ഒന്ന് ടൈറ്റ് ആക്കണമായിരുന്നു. പിന്നെ ബാക്കിൽ സിബിന് താഴെ ഒരു ഹുക്കും അയ്യും തുന്നാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പോൾ ഞാൻ ഈ തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തുന്നിയിട്ട് നമ്മുടെ മാനിക്യൂറിനെ ഇത് വിയർ ചെയ്യിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കുഞ്ഞു വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കണം. എടുത്താലാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കും ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് നമസ്വിക്ക് ഈ സാരി എടുത്തിട്ട് പാവടയും ബ്ലൗസും തുന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അത്. അപ്പോൾ ഞാനത് ഈ ഡമ്മിയിലിട്ടിട്ട് എപ്പോഴത്തെയും പോലെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കാറുള്ളത്. ബാക്കിൽ അങ്ങനെ ടാസിൽ കൊടുത്തിട്ടുണ്ട് പാവാടയ്ക്ക്.
സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാവാടയ്ക്ക് ലൈനിങ് വെച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ സീ ത്രൂ ആയിട്ട് കാണുന്നത്. പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ലൈനിങ്ങും കൂടെ ഇതിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പിന്നെയും തോന്നുന്നുണ്ട്. പക്ഷേ വോട്ടെവർ, അതൊക്കെ ഇടുന്നവരെ ഇഷ്ടമാണ്. ചാറ്റ് ജി പി ടിക്ക് കൊടുത്തപ്പോൾ ചാറ്റ് ജി പി ടി ഇത് ഇടിയിച്ചിട്ടുള്ള ഒരു മോഡലിൻ്റെ പല പോസിലുള്ള ഫോട്ടോ ഞാൻ പറഞ്ഞ പ്രകാരം തന്നു. നമുക്കെപ്പോഴും കസ്റ്റമറിനെ ഇടിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാനും അത് യൂട്യൂബിൽ ഇടാനും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ചാറ്റ് ജി പി ടി ഇപ്പോൾ വളരെ വലിയ ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് നെക്സ്റ്റ് ഡേ ആണ് എന്ന് തോന്നുന്നു ഞാൻ തുന്നാനിരിക്കുകയാണ്. ബ്ലൗസ് ഞാൻ പറഞ്ഞില്ലേ, ആ പാവാടയിലേക്കുള്ള ബ്ലൗസ് തുന്നിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ഏകദേശം 3/4 ഭാഗം ആയിട്ടുണ്ട്. എനിക്ക് അഴിച്ചു പണിയില്ലാത്ത പണിയേ ഇല്ല. അപ്പോൾ ഞാൻ എന്തോ തെറ്റിപ്പോയിട്ട് ഞാൻ വീണ്ടും അഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ കിന്നാരം പറഞ്ഞ് വരുന്നുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ ഞങ്ങൾ കളിക്കും, ചിലപ്പോൾ അവൾ തന്നെ വന്ന് പരാതിയൊക്കെ പറയും. അങ്ങനെയാണ് തുന്നിക്കൊണ്ട് പോണത്. നല്ല രസമായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഗോൾഡൻ കളറ് സ്കേർട്ട്, ഗോൾഡൻ ബേജ് ഷെയ്ഡിലുള്ള സ്കേർട്ട്. അതിൻ്റെ താഴെ സാരിയാണത്, സാരിയായിരുന്നു. അതിൻ്റെ താഴെ ഒരു പേർപ്പിൾ ലൈനിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ ആ ലൈനിങ് വെച്ച് ഒരു കളറ് ഡ്യുവൽ ടോണിൽ വരുന്ന ഒരു ബ്ലൗസാണ്. നല്ല രസമായിട്ടുള്ളൊരു കാണാത്തൊരു കോമ്പിനേഷനാണ്. മേമയുടെ പഴയ സാരിയാണ്, ഇതൊന്നുമല്ല, പഴയ സാരിയാണ്. പക്ഷേ നമുക്ക് സാരിക്ക് ഒരു പഴയ സാരിക്ക് ഒരു പുതിയ ലുക്ക് കൊടുക്കുമ്പോഴാണല്ലോ അതിന് കുറച്ചും കൂടെ ഒരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാരി നന്നായിട്ടൊന്ന് വലിച്ചൊക്കെ നോക്കണം കേട്ടോ, സാരി നല്ലതല്ലേ എന്നുള്ളത്. സാരി വളരെ പഴയതാണ്, പഴകിയതാണ്. രണ്ടിടലിന് കീറുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുന്നാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുന്നിയെടുക്കുക. അതല്ലാതെ നിങ്ങൾ പുറത്ത് കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം നല്ല സ്റ്റിച്ചിങ് ചാർജ് ആവും. അത്രയും ചാർജ് കൊടുത്തിട്ട് നമുക്ക് ഒരു തവണ മാത്രം ഇടാനായിട്ട് ഒരു തുന്നുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. ഞാനിപ്പോഴും അങ്ങനെ തുന്നാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് ഞാനാണ് തുന്നുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് സാരി മോശമാണെങ്കിലും ഒരു തവണ ഇടാലോ വെച്ചിട്ട് അത് ഞാൻ തുന്നുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്ന എൻ്റെ സമയമല്ലേ പോകണുള്ളൂ, എൻ്റെ പൈസ പോകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു പുതിയ സാരി എടുക്കുക, അല്ലെങ്കിൽ അധികം പഴക്കമില്ലാത്തൊരു സാരി എടുത്തിട്ട് നിങ്ങളതിനൊരു ഔട്ട്ഫിറ്റാക്കി മാറ്റാം കേട്ടോ. അതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾ എന്തായാലും ഇതൊരു ലൈഫ് സ്കില്ലാണ്. നിങ്ങൾക്ക് തുന്നാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കുക. ചെറിയൊരു മെഷീൻ വാങ്ങുക, നമ്മുടെ വൈറ്റ് ടേബിൾ ടോപ്പ് മെഷീനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അംബ്രല മെഷീനോ എന്തെങ്കിലും വാങ്ങാം. കുറച്ചും കൂടി ഇഷ്ടമാണ് നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ മെഷീൻ തന്നെ മേടിച്ചോളൂ. ഇതിപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കൊടിയേറിയിട്ട് വന്ന്, അപ്പോൾ വൈകുന്നേരം അവിടെ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് നൃത്ത സംഗീത നാടകം, എന്താണത്, ബാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ കമ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ആദ്യമായിട്ട് ഇവിടെയാണ് കമ്പക്കെട്ട് നടക്കുന്നത്. പക്ഷേ കമ്പക്കെട്ട് ജസ്റ്റ് മിസ്, വന്നപ്പോഴത്തേക്കും കമ്പക്കെട്ട് കഴിഞ്ഞു, പുക മാത്രം കണ്ടു എന്ന് പറഞ്ഞ പോലെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കതിൽ ഹുക്ക് വയ്ക്കാനുണ്ട്, താഴത്തെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡമ്മിയിലേക്ക് ഞാനിതൊന്ന് വെച്ച് നോക്കുകയാണ്. പക്ഷേ ബ്ലൗസ് ചെറുതും ഡമ്മി വലുതും ആയതുകൊണ്ട് ഇതിൻ്റെ ഫിറ്റിംഗ് ഒന്നും ഈ ഡമ്മിയിൽ അറിയാനായിട്ട് പറ്റില്ല കേട്ടോ. എന്നാലും ഞാനിത് എങ്ങനെയാണ് അതിൻ്റെ പ്രിൻസസ് ലൈനൊക്കെ ശരിക്കൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിശ്രമം നടത്തുന്നത്. പക്ഷേ അത്ര കൃത്യമായിട്ട് നമുക്കിതിൽ മനസ്സിലാവില്ല കേട്ടോ. കാരണം ബ്ലൗസ് ചെറിയൊരു സൈസാണല്ലോ. നമ്മുടെ ഡമ്മി 8 സൈസിലുള്ളതാണ്. 8 സൈസ് എന്ന് പറയുമ്പോൾ ഒരു 34, 35 ചെസ്റ്റ് സൈസ് വരുന്ന സംഗതികൾ ഇതിന് പാകാവും. ഇതിപ്പോൾ ഒരു 30, 31 ചെസ്റ്റ് സൈസേ ഉള്ളൂ, 32 അതിലപ്പുറത്തേക്ക് ഇല്ല കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫിറ്റിങ് കറക്റ്റ് ആവണില്ല കേട്ടോ. പക്ഷേ ഈ പാവാടയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പ്ലീറ്റ് ഒന്നും ചുളിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡമ്മിയിൽ ഇട്ട് വയ്ക്കുന്ന പരിപാടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും കൂടെ വേണം, എത്തില്ല അത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് നിങ്ങൾ ഇത് നോക്കി ജഡ്ജ് ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ വേറെ ആയിട്ട് കാണിക്കണമില്ല, കാരണം ഇതിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ അവൾക്ക് കൊണ്ടുപോയി ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിഷുവിനാവും അവർ ഇടുണ്ടാവുക. അപ്പോൾ അത് ഫോട്ടോസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ചാറ്റ് ജി പി ടി വെച്ചിട്ടൊന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. കാരണം ചാറ്റ് ജി പി ടിക്ക് നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ ഡ്രസ്സ് ഏകദേശം കാണാൻ പാകത്തിന്, ഫുള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കാണാൻ പാകത്തിനുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അത് വിയർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ, ഒരു മോഡലിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി നമുക്ക് അങ്ങനത്തെ പിക്ക് തരും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ 2-3 സംഗതികളായിട്ട് ഒരു വിയർ ചെയ്തിട്ടുള്ള പോലത്തെ പിക്ചർ ക്രിയേറ്റ് ചെയ്യണത്. ആൻഡ് അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത സംഗതിയുടെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റും. നമുക്ക് കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ആ പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അതിലേക്കുള്ള ബ്ലൗസിലുള്ള ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യുകയാണ് ഞാൻ. ഇത് വിഷു ഒരു ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് ആ ഒരു തീമിൽ കുറച്ച് കണിക്കൊന്ന പൂക്കളാണ് കൊടുക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ, ബഞ്ച് കൊടുക്കണില്ല കേട്ടോ, ഫ്ലവർ ബഞ്ച് കൊടുക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്ലവർ സ്കാറ്റർ ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് ഇതിലിങ്ങനെ പെയിൻറ്റിങ് ചെയ്യണം. ഇതിന് പ്രീ ഡ്രോയിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, വെറുതെ ബ്രഷ് വെച്ചിട്ടുള്ള സ്ട്രോക്സ് കൊടുത്ത് പോവാണ്. യെല്ലോയും സാപ്പ് ഗ്രീനും അതല്ലാതെ ഒരു റെഡ് ഷെയ്ഡും മാത്രമാണ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമ്മൾ ഹാൻഡ് വർക്കോ ബീഡ് വർക്കോ അങ്ങനത്തെ കലാപരിപാടികളൊന്നും തന്നെ ചെയ്യുന്നില്ല. നേരല്ല എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തീർന്നപ്പോഴത്തേക്കും തന്നെ ഒരുവിധ സമയമായി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്യണത്, 13-ാം തീയതി തോന്നുന്നു കേട്ടോ, 13-ാം തീയതി തോന്നുന്നുണ്ടെന്ന് ഞാൻ ചെയ്യണത്. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി, വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ ഞാനത് അമ്മേനെ ഏൽപ്പിക്കാനുണ്ടായത്. ഈ ഒരു ഡ്രസ്സ് ധനിത്ര കുട്ടിക്കുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ മോളുടെ കൂടെ എപ്പോഴും ഒരു കോപ്പി ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഡ്രസ്സ്, അത് അനിയത്ര കുട്ടിക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവൾക്കുള്ളതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമസ്വിക്ക് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം വെയിലത്ത് വെച്ചു, ഉണങ്ങി. അതിന് ശേഷം അതിന് ബാക്ക് അയൺ കൊടുത്തു. നമ്മളെപ്പോഴും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഉണങ്ങിയതിന് ശേഷം ബാക്ക് സൈഡിൽ നിന്ന് അയൺ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ അത് പൊളിഞ്ഞു പോകാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയി. പിന്നെ ഇതാ അതിൽ കുടുക്കും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമസ്വി ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവളോട് മാറ് ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് കേൾക്കും, ചില സമയത്ത് കേൾക്കില്ല, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ഒരു പട്ടുപാവാട. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഞാനിങ്ങനെ ChatGPTക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു വിയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയുടെ, ഒരു 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ വിയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ തരുമോ പറഞ്ഞിട്ട് അങ്ങനെ ജനറേറ്റ് ചെയ്ത ഇമേജ് വെച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഈ ഒരു ബ്ലൗസിൻ്റെ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ളവർക്കും വീടിൻ്റെ അപ്പുറത്തുള്ളവർക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കിംഗ് കവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ബുട്ടിക് റൂം അപ്ഗ്രേഡ് സീരീസിൻ്റെ വീഡിയോസിൽ ഞാനതൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് പാക്കിംഗ് കവേഴ്സും ലേബിൾസും അങ്ങനത്തെ കുഞ്ഞു സംഗതികൾ, എസെൻഷ്യൽസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കവർ വാങ്ങിയിട്ടില്ല, മറ്റേ നോൺ വോവൺ ആയിട്ടുള്ള കവർ കുറച്ച് മേടിച്ച് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് ആക്ച്വലി വലിയ വിലയൊന്നുമില്ല. ഒരു കിലോന് 170 അങ്ങനെ ഇത്രയേ ഉള്ളൂ. 1 കിലോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കവേഴ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ കവർ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെ പച്ചാമഞ്ഞ, ബ്ലാക്ക്, അങ്ങനെ പല പല കളറിൽ കിട്ടുന്ന പ്ലെയിൻ ആയിട്ടുള്ള കവർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമസ്വി എന്തോ ഒരു സംഗതി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൻ്റെ വാതിൽ കരവട്ട കാണിച്ച് ചവിട്ടി തുറന്നതാണ് കണ്ടത്. പിന്നെ സന്ധ്യയപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി. പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻസൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ, കുട്ടികളെ ഡാൻസൊക്കെ ഉണ്ട്. 18-ാം തീയതിയാണ് പൂരം, 19-ാം തീയതി വേല. അപ്പോൾ 18-ാം തീയതി വരെ, 12-ാം തീയതി കുടിയേറി, 19-ാം തീയതി വരെ ഇനി അമ്പലത്തിൽ ഇന്നും വൈകുന്നേരം ഇങ്ങനെ പല പല പരിപാടികളുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മളതൊക്കെ കണ്ടുപോകുന്നു. ഇതാണ് ഞാൻ ജനറേറ്റ് ചെയ്ത ആ 3 പിക്ചർ കേട്ടോ, ChatGPTയിൽ. അത് കഴിഞ്ഞപ്പോൾ വിഷുവിൻ്റെ തലേദിവസമാണ്. ഇന്ന് നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ട്. നമസ്വിക്ക് കുറച്ച് ചില്ലറ കുഞ്ഞു സംഗതികളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി അവിടെ നിന്ന്. ഇത് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വിഷുവിന് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്, ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്, അവൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി വന്നിട്ട് ഇനി വീട്ടിലെത്തിയിട്ട് വേണം നമസ്വിക്കുള്ള വിഷുക്കോടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ക്രോപ്പ് ടീഷർട്ട് എടുത്തിട്ടുണ്ട് അവൾക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഞാൻ ഒന്നും അവൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് നമ്മളിനി അതിൻ്റെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് നാൾ മുന്നേ നമുക്കൊരു ബർത്ത്ഡേ പ്രോഗ്രാമിന് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണി ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അവൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്പെഗറ്റി സ്ട്രാപ്പ് വരുന്ന, താഴെ ഫ്രിൽസ് വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ആ ഉള്ള തുണി കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെയാണ് കേട്ടോ ഞാൻ ഈ ഫ്രോക്ക് തുന്നിയെടുത്ത്. അപ്പോൾ ആ യോക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ഭാഗം ഇതിൽ സെറ്റ് ആവുമോ എന്നുള്ളത് നോക്കിയിട്ട് വള്ളി വെക്കാനുള്ള പോർഷനാണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിങ്ങനെ അടിച്ച് മറിച്ചെടുക്കണം അത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് തുന്നുന്നതിൻ്റെ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനുണ്ടാവുള്ളൂ. കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ തയ്ക്കാൻ വേണ്ടി വന്നിരുന്നപ്പോണ്ടല്ലോ, അതിൻ്റെ ചവിട്ടി, അതായത് ഫൂട്ടർ കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ട് സൂചി ഒടിഞ്ഞ് തെറിച്ചു പോയി. സൂചിയിൽ അത്രയും ബാക്കിയുള്ളൂ. ഞാനത് അഴിച്ചെടുത്തിട്ട് നോക്കിയപ്പോൾ
എൻ്റെ ഈ പ്ലേറ്റും വളഞ്ഞു പോയി. അത് ഞാൻ പിന്നെ അടിച്ച് നിവർത്തിയിട്ടാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്യാനായിട്ടിരിക്കുന്നത്. നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞു ഗ്യാതറിങ്സാണ് കൊടുത്തിട്ടുള്ളത്. എളുപ്പമാണ് ആ ഗ്യാതേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് 4, 3, 7 വരെ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ അത് രസമായിട്ടുള്ളൊരു പാറ്റേൺ കേട്ടോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്കുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനത്തെ നിസ്സാര പരിപാടികളാണ് ഉള്ളത്. ഇത് ലൈനിങ്ങിൻ്റെ പീസാണ് കേട്ടോ. ഒരുപാട് ഫ്ലെയർ ഇല്ല എനിക്ക് ലൈനിങ്ങിന്. അന്ന് എടുത്ത് വെച്ച ലൈനിങ് തുണിയിൽ ബാലൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ പുതിയതൊന്നും എടുത്തിട്ടില്ല. അന്ന് നമ്മൾ പുതിയതായിട്ട് എടുത്തതാണല്ലോ. അന്ന് ഞാനത് എന്തെങ്കിലും ചെയ്യാം, എനിക്കോ നമസിക്കോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നമസ്വിക്ക് തന്നെ ഫ്രോക്ക് തുന്നാന്ന് വെച്ചിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗമാണ് ഞാൻ ഈ മടക്കി തയ്ച്ച് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ട്രൈപ്പോഡ് മെഷീനോട് കുറച്ചൊന്ന് ചേർന്നിട്ടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷേക്ക് വന്നിട്ട് നമ്മുടെ വിഷ്വൽ ബ്ലറായി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ലൈനിങ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അത് ഗ്യാദേഴ്സ് ഇട്ട് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് വലിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യോക്ക് പോർഷൻ ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് അടിച്ചു വെച്ചത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ലൈനിങ്. ജസ്റ്റ് ഇങ്ങനെ സ്പൈറ്റി സ്ട്രാപ്പായിട്ട് ഞാൻ ആ ഒരു ഇത് കാണിച്ചില്ലേ, ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് വരുന്ന പോലെ, അതേപോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടിച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഫ്രില്ല് മുകളിലേക്ക് തന്നെ വരണ പോലെ, ഫ്രില്ലിൻ്റെ ഉള്ളിലേക്കല്ല, മുകളിൽ ആ ഫ്രില്ലിൻ്റെ അരികെ കാണുന്ന പോലെ തന്നെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്, പക്ഷേ നല്ല രസമായിട്ടുള്ളൊരു പാറ്റേണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഓൾമോസ്റ്റ് ഇതാ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇനി വിഷുവിനുള്ളൊരു വീഡിയോ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇട്ടിട്ടുള്ളതൊക്കെ ഇനി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്, ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ഞാൻ അതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്തെടുത്ത പോലെ തന്നെയാണ് നമുക്ക് അപ്പുറത്തെ ഭാഗം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമസിക്കുള്ള വിഷുക്കോടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും വർക്കൊന്നും വരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വിഷുവൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.